ഹായ് ഗൈസ്. സോ നമ്മൾ മാപ്പ് പോലുള്ള മെത്തേഡ്സൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്തു അല്ലേ. അതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോം മെത്തേഡ്സ് ആണ് അതായത് മാപ്പെല്ലാം. സോ അറേസിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള വേറെ 2 മെത്തേഡും കൂടിയുണ്ട്. അതാണ് ഇന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സോർട്ടും പിന്നൊന്ന് റിവേഴ്സും. സോ ബേസിക്കലി സോർട്ട് എന്ന് പറഞ്ഞാൽ സോർട്ടിങ് ആൻഡ് അറേ തന്നെയാണ്. അറേ ഒന്ന് സോർട്ട് ചെയ്യാം എന്നുള്ളത്. സോ സപ്പോസ് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പ്രൈസസിൻ്റെ ഈ അറേ ഉണ്ടല്ലേ. ഓക്കെ, സോ ഇത് ഞാൻ ഇതിന് കൺസോൾ ലോഗ് ഞാൻ പ്രൈസസ് മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, സോ നമുക്കിവിടെ പ്രൈസസിൻ്റെ അറേ ഉണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർലി സോർട്ടഡ് അല്ല നമ്മുടെ അറേ, പക്ഷെ നമ്മളത് സോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. പ്രൈസ് സോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് പ്രൈസസ് ഡോട്ട് സോർട്ട് മെത്തേഡ് നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പ്രൈസസ് സോർട്ടഡ് എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂ നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ബേസിക്കലി നമ്മൾ പ്രോപ്പറായിട്ട് സോർട്ടായിട്ടില്ല. ഓക്കെ, കാരണം പ്രോപ്പർ ന്യൂമറിക് സോർട്ടിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡീഫോൾട്ട് സോർട്ടറാണ് യൂസ് ചെയ്യുന്നത്. അറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5 3 എന്നുള്ളത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്, നമ്പേഴ്സ് മാറിയിട്ടുണ്ട്, പക്ഷേ ഫുൾ സോർട്ടിങ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഡീഫോൾട്ട് സോർട്ട് മെത്തേഡ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഡീഫോൾട്ട് സോർട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിനെ സ്ട്രിങ് ആയിട്ടാണ് എടുത്തിട്ട് എന്നിട്ട് സ്ട്രിങ്ങിനെയാണത് വർക്കൗട്ട് ചെയ്യുന്നത്, സോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി അത് സ്ട്രിങ് സോർട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. കാരണം 10 ആദ്യം വരാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ 1 ആണ് എടുക്കുന്നത്. 10ൻ്റെ ഫസ്റ്റ് വാല്യൂ 1 എടുത്തല്ലോ. സോ അത് ആക്ച്വലി ലെക്സിക്കോഗ്രാഫിക് എന്ന് പറയുക. സോ 10ൻ്റെ സ്റ്റാർട്ട്സ് 1 എടുത്തിട്ടുണ്ട്, പിന്നെ 3യുടെ ഇത് 3 എടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്ത് ഇവിടെ നെക്സ്റ്റ് നമ്പർ 3 ആണ്. സോ 3.99 ബേസിക്കലി എന്ന് വെച്ചാൽ അത് 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 10.99 മുമ്പ് വരും ബേസിക്കലി സ്ട്രിങ്ങിൻ്റെ ഇതില്ല ആസ്കി ക്യാരക്ടറിൽ ബേസിക്കലി അത് ചെയ്യുന്നത് വെച്ചാൽ 10 ആണ് സോർട്ടിങ്ങിൽ വരിക 3നേക്കാളും. 1 ആണ് 3നേക്കാളും സോർട്ടിങ്ങിൽ വരിക. അത് ലെക്സിക്കോഗ്രാഫിക്കാണ് നടക്കുന്നത്. സോ ബേസിക്കലി സ്ട്രിങ് സോർട്ടിങ്ങാണ് നടക്കുന്നത്, ആക്ച്വൽ സോർട്ടിംഗ് അല്ല, നമ്പർ സോർട്ടിംഗ് അല്ല. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ റോങ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. സോ നമുക്ക് സോർട്ട് ഇങ്ങനെ നമുക്ക് ഓൺ കമ്പാരിസൺ ഫംഗ്ഷൻ വെച്ചിട്ട് പാസ് ചെയ്യാം സിമ്പിളായിട്ട്. സോ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോർട്ട് മെത്തേഡിൽ നമുക്കൊരു A, B 2 ആർഗ്യുമെൻറ്റ് പാരാമീറ്റർ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് പറയാം ഇഫ് A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ റിട്ടേൺ 1. ഇഫ് A ഈക്വൽ ടു B ആണെങ്കിൽ ബേസിക്കലി റിട്ടേൺ 0 അല്ലെങ്കിൽ റിട്ടേൺ 1 -1 കൊടുക്കാം. -1 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വരണ്ടെന്നുള്ളത്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് പ്രോപ്പർ സോർട്ടിങ് ഇപ്പോൾ നടക്കുന്നുണ്ടെന്നുള്ളത്. സോ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ JS പെയർ ആയിട്ടാണ് വാല്യൂസിന് എടുക്കുന്നത്. സോ A ആൻഡ് B എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ആണ് കറൻ്റ്ലി കമ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ ഈ 2 വാല്യൂ എടുത്തിട്ട് ബേസിക്കലി അത് കമ്പയർ ചെയ്യും. ഈ 2 വാല്യൂ എടുത്ത് കമ്പയർ ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് 1 ആണെങ്കിൽ ബേസിക്കലി ബിന് ശേഷം A വരണമെന്നുണ്ടെങ്കിൽ A ഷുഡ് കം ആഫ്റ്റർ B. സോ ബിന് ശേഷമാണ് A വരുന്നതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അതല്ല ഈക്വൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട 0 ആണ്. അതല്ല A ബിനേക്കാൾ മുമ്പ് വരുന്നുണ്ടെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രോപ്പർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫോർ നമ്പേഴ്സ് നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാം. ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കാണിച്ചു എന്നുള്ള മെത്തേഡ്. സോ ഇതിലും സിംപ്ലിഫൈ മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് A - B എന്ന് മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇത് ഭയങ്കര സിമ്പിളാണ് സോർട്ടിങ്. 2 വാല്യൂ എടുക്കുക എന്നിട്ട് A - B കൊടുക്കുക ബേസിക്കലി. സോ സെയിം മീനിങ് ആണെങ്കിൽ ബേസിക്കലി അസെൻഡിങ് ആണെങ്കിൽ ഇത് എടുക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിവേഴ്സാണ്. റിവേഴ്സ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് എന്താ ചെയ്യുന്നത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അറേനെ നമ്മൾ തിരിച്ചെഴുതുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. റിവേഴ്സ് ചെയ്യുക, തിരിക്കുക എന്നുള്ളതാണ്. സോ ഈ മെത്തേഡ് കറൻ്റ്ലി ഒരു ആർഗ്യുമെൻറ്റ്സ് ഒന്നും എടുക്കില്ല, ജസ്റ്റ് റിവേഴ്സ് ചെയ്യും. ആ ഓർഡറിനൊന്ന് റിവേഴ്സ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ
ഈ സോർട്ടഡ് അറേ ഉണ്ടല്ലേ, ഞാൻ ഈ സോർട്ടഡ് റിവേഴ്സ് ചെയ്തെങ്കിൽ ഡോട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ അസെൻഡിങ് ഓർഡർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാല്യൂ. സോ ബേസിക്കലി അത് ഡിസെൻഡിങ് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൺ ചെയ്യുക. സോ കിട്ടിയ അസെൻഡിങ് ഓർഡറിനെ നമ്മൾ റിവേഴ്സ് ചെയ്തപ്പോൾ ഡിസെൻഡിങ് ഓർഡറായി മാറി കണ്ടോ. സോ ഇപ്പോൾ നമുക്ക് ഹയസ്റ്റ് വാല്യൂ ഫസ്റ്റ് കിട്ടി, ലോവസ്റ്റ് വാല്യൂ വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് കിട്ടുന്നത്. സോ ഇഫ് നിങ്ങളുടെ ഗോൾ വന്ന് ഡിസെൻഡിങ് ഓർഡർ ആക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അറേ കിട്ടി അതിനെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി എഴുതിയാൽ മതി, B - A എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇനി റിവേഴ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ റിവേഴ്സ് എടുത്ത് മാറ്റാം. റിവേഴ്സ് മനസ്സിലായെന്ന് ഇരിക്കണം. സോ ബേസിക്കലി റിവേഴ്സ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഈ സോർട്ടഡ് തന്നെ പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ B - A എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ വെച്ചാൽ ഡിസെൻഡിങ് ഓർഡറായി മാറും ആക്ച്വലി. ഓക്കെ, സോ ബേസിക്കലി റിവേഴ്സ് എപ്പോഴൊക്കെ യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ അറേ ഓൾറെഡി കറക്റ്റ് ഓർഡറിലുണ്ട് എങ്കിൽ, ബട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം ഒരു പെർട്ടിക്കുലർ അറേ, അല്ലെങ്കിൽ ABC എന്നുള്ളത് CBA എന്നാക്കണമെന്നുണ്ടെങ്കിലൊക്കെ ബേസിക്കലി റിവേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സോർട്ട് ഡീഫോൾട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിങ് ആണ് സോർട്ട് ഔട്ട് ചെയ്യുക. സോ കെയർഫുൾ ആയിരിക്കണം അതിൽ. സോർട്ട് ബേസിക് കമ്പയർ ഫംഗ്ഷൻ വെച്ച് ചെയ്യുമെന്ന് വെച്ചാൽ കറക്റ്റ് കസ്റ്റം സോർട്ടിംഗ് ആണ് വരിക. പിന്നെ റിവേഴ്സ് മെത്തേഡ് ബേസിക്കലി നമ്മളിപ്പോൾ യൂസ് ചെയ്ത ലാസ്റ്റ് റിവേഴ്സ് മെത്തേഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഓർഡർ ഫ്ലിപ്പ് ചെയ്യും. ഓക്കെ, റിവേഴ്സ് മെത്തേഡിൽ കറൻറ്റ്ലി ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഓർഡർ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് മെത്തേഡ്. സോ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് സോർട്ടിങ് റിവേഴ്സും വെച്ച് ഞാൻ നിർത്താണ്. മനസ്സിലായി വിചാരിക്കണം. ഇത് സിമ്പിളാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വിടുന്നത്. മനസ്സിലായി വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.